ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സിവിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നിരവധി ടെക്നിക്കൽ PSC എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന എക്സാമുകളുടെയൊക്കെ കൺഫർമേഷൻ ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെ എക്സാംസ് ആണെന്നും അതിന്റെ കോമ്പറ്റീഷൻ ലെവൽ എത്രത്തോളം ഉണ്ടെന്നും ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി വരുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ എക്സാം ആണ്. അത് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. കാറ്റഗറി നമ്പർ 573/2024 ആയിരുന്നു നോട്ടിഫിക്കേഷൻ. എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് 8/7/2025 ആണ്. അതായത് ജൂലൈ മാസം 8-ാം തീയതിയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിലിന്റെ എക്സാം വരുന്നത്. അപ്പം കൺഫർമേഷന് മുമ്പ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് 23,839 ആയിരുന്നു. ആഫ്റ്റർ കൺഫർമേഷൻ അത് 18,171 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് 5,668 പേരുടെ ആപ്ലിക്കേഷൻ ഇൻവാലിഡ് ആയി മാറിയിട്ടുണ്ട്. നമ്മുടെ മുന്നിലുള്ള കോമ്പറ്റീഷൻ ലെവൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കാരണം ആദ്യമേ 23,839 നിന്ന് പിന്നീട് അത് 18,171 മാറിയിട്ടുണ്ട്. അപ്പൊ നന്നായി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് റാങ്ക് ലിസ്റ്റിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുക. നെക്സ്റ്റ് വരുന്ന എക്സാം ഡ്രാഫ്റ്റ് മാൻ ഓവർസിയർ ഗ്രേഡ് 2 ആണ്. അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. കാറ്റഗറി നമ്പർ 008/2024 ആയിരുന്നു. അതിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് 23/7/2025 ആണ്. അതായത് ജൂലൈ മാസം 23-ാം തീയതിയാണ് ഓവർസിയർ ഗ്രേഡ് 2ന്റെ എക്സാം നടക്കുന്നത്. അതിന്റെ ആപ്ലിക്കൻസ് ബിഫോർ കൺഫർമേഷൻ എന്ന് പറയുന്നത് 22,686 ആയിരുന്നു. പിന്നീട് അത് 17,159 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് 5,527 പേരുടെ ആപ്ലിക്കേഷൻ ഇൻവാലിഡ് ആയി. അപ്പോൾ കൺഫർമേഷന് ശേഷം നമ്മുടെ മുന്നിലുള്ള കോമ്പറ്റീഷൻ ലെവല് കുറഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുക. നെക്സ്റ്റ് വരുന്നത് ട്രേസറുടെ എക്സാം ആണ്. അത് കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC/ST ലിമിറ്റഡ് ആണ്. അതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 736/2024 ആണ്. അതിന്റെ എക്സാം ഡേറ്റും ജൂലൈ 23 തന്നെയാണ്. അതിന്റെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ബിഫോർ കൺഫർമേഷൻ എന്ന് പറയുന്നത് 19,881 ആയിരുന്നു. പിന്നീട് അത് 16,364 ആയിട്ട് കുറഞ്ഞു. അപ്പൊ ഇവിടെ 3,517 പേരുടെ ആപ്ലിക്കേഷൻസ് ഇൻവാലിഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഡ്രാഫ്റ്റ് മാൻ ഓവർസിയർ ഗ്രേഡ് 2 ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എക്സാം ആണ്. അതിന്റെ കാറ്റഗറി നമ്പർ 280/2024 ആണ്. അതിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് 30/7/2025 ആണ്. അതായത് ജൂലൈ മാസം 30-ാം തീയതിയാണ് ഇതിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ബിഫോർ കൺഫർമേഷൻ എന്ന് പറയുന്നത് 19,878 ആയിരുന്നു. അതിന്റെ കൺഫർമേഷന് ശേഷം അത് 16,592 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെയും 3,286 പേരുടെ ആപ്ലിക്കേഷൻസ് ഇൻവാലിഡ് ആയി മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഡ്രാഫ്റ്റ് മാൻ ഓവർസിയർ ഗ്രേഡ് 3യുടെ എക്സാം ആണ്. അത് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെയാണ്. അതിന്റെ കാറ്റഗറി നമ്പർ 324/2024 ആണ്. എക്സാം ഡേറ്റ് 30/7/2025 ആണ്. അതിന്റെ ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് ബിഫോർ കൺഫർമേഷൻ 20,919 ആയിരുന്നു. കൺഫർമേഷന് ശേഷം അത് 17,478 പേരായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഇൻവാലിഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് 3,441 ആണ്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൺഫർമേഷന് മുമ്പുള്ള ആപ്ലിക്കേഷൻസിന്റെ എണ്ണവും കൺഫർമേഷന് ശേഷവും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് 5,000-ഓളം അല്ലെങ്കിൽ ചിലതിൽ 3,000-ഓളം ആപ്ലിക്കേഷൻ ഇൻവാലിഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള കോമ്പറ്റീഷൻ ലെവൽ കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനുള്ള ഒരു സാധ്യത തുറക്കപ്പെടുകയാണ്. പിന്നീട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻസിന്റെ എണ്ണം 16,000 ആണെങ്കിൽ കൂടിയും അതിൽ ഇതിനായിട്ട് തയ്യാറെടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. ചിലപ്പോൾ 5,000 പേരെ കാണുള്ളൂ ഇതിനായിട്ട് പഠിക്കുന്നവര്. ചിലപ്പോൾ ഒരു കോച്ചിങ്ങിന് പോയിട്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എക്സാമിനായിട്ട് LTQ ബാച്ച് റണ്ണിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ കോഴ്സുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മുടെ ഓവർസിയർ സിവിലിന്റെ എക്സാമിനായിട്ട് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൈലബിൾ ആണ്. അടൂരാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പൊ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ടൈമിംഗ് എങ്ങനെയാണ്, അതിന്റെ ഏതൊക്കെ ഡേയ്സ് ആണ് ക്ലാസ് എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.